SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ആ മതിലിൽ അതിൻ്റെ പ്രസക്തിയും നഷ്ടപ്പെടാവുന്ന ഒരു സ്ത്രീകളെ കയറ്റുന്ന നടപടി ഉണ്ടായെങ്കിൽ പിണറായി അത്ര മണ്ടനല്ല. പിണറായിയുടെ ബുദ്ധിക്ക് അത് നടക്കുകയില്ല, ചെയ്യാൻ അദ്ദേഹം സമ്മതിക്കുകയില്ല. വേറെ ഏതോ ആരോ അതിൽ നിന്ന് കളിച്ചിട്ടാണ് അത് നടന്നെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. കാരണം പിണറായി ഒരു ചെത്തുകാരൻ്റെ മകനായി തന്നെ ജനിച്ച് ചെത്തുകാരനും ഇത്തരവും ബുദ്ധിയും ശക്തിയും ഉണ്ടായിട്ടാവുന്ന ആളാണ്. ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രിയാകാനത്തത്. ആ മുഖ്യമന്ത്രിക്ക് ഈ തരം ഒരു മണ്ടത്തരം വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. അഥവാ കയറ്റണമെന്ന് അദ്ദേഹം വിചാരിച്ചെങ്കിൽ തന്നെയും 5-10 ദിവസം കഴിഞ്ഞിട്ട് വേണം കയറ്റാമെന്ന് ആലോചിക്കാമായിരുന്നു. അതുപോലെ കയറണമെന്ന് വിചാരിച്ചാൽ പോലീസിന് എന്തെല്ലാം പറ്റും, ഏത് അയ്യപ്പന്മാർ വന്നാലും കയറ്റാൻ ഗവൺമെൻറ് സാധിക്കല്ലേ? കയറ്റിയില്ലല്ലോ. അപ്പം ഇതൊക്കെ നേരല്ലേ. പക്ഷെ അതിൽ ചെറിയ പാളിച്ച എവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. അംഗങ്ങളുടെ എണ്ണം കൊടുക്കുന്ന കാര്യത്തിലായാലും കയറിയവരെ, അതുപോലെ തന്നെ ആ മതിലിൻ്റെ പിറ്റേ ദിവസം സ്ത്രീ പ്രവേശനം സംബന്ധിച്ചായാലും ചെറിയ പാളിച്ചകൾ സംബന്ധിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് ലെവലിൽ ഇവിടെ ആരായിട്ട് വന്ന പാളിച്ചയാണെന്നും അത് സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഇമേജിന് അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. അത് ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ആദ്യം ഒന്ന് പറഞ്ഞു. അതായത് നമുക്ക് യുവതികളാരും 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള യുവതികളാരും അവിടെ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കലഹത്തിന് സമുദായത്തിൻ്റെ ആളുകളാരും ഇറങ്ങരുതേ എന്നാണ് എൻ്റെ അപേക്ഷ. കാരണം ഇറങ്ങിയിട്ട് നമുക്കൊരു പ്രയോജനമില്ല. ഈ അമ്പലത്തിൻ്റെ എല്ലാം ഗുണഭോക്താക്കളായി മറ്റുള്ളവർ നിൽക്കുന്നു. നമ്മൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ചർച്ചയില്ല. ഇനി യുവതീ പ്രവേശനം പറഞ്ഞ് നമ്മൾ പുറകെ നടന്ന് നാമജാപന്തിക്കാരുടെയും BJPക്കാരുടെയും പുറകെ കൂടി പോയി അടിമേടിച്ച് ജയിലിൽ പോകണം മുഴുവൻ നമ്മളായിരിക്കും. തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിൻബലം കൊടുത്തുകൊണ്ട് പോകുന്ന കാര്യത്തിൽ സംഘടനാപരമായിട്ട് ഞങ്ങളെതിരാണ്. കാരണം അതിനേക്കാൾ മുമ്പ് ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളില്ലേ മിസ്റ്റർ. ഞങ്ങൾക്ക് ഇന്നും പ്രവേശനം ഉണ്ടോ അതിനകത്ത്? ഈ വേണ്ട, ഈ കൊല്ലത്ത് പോലും വിളക്കെടുപ്പിക്കാത്ത അമ്പലമില്ലേ? ഇതൊന്നും അവർക്ക് ഉത്തരവില്ലേ പറയാൻ? ഈയോനും പിന്നോക്കക്കാരനും വിളക്കെടുപ്പിക്കാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലം കൊല്ലത്തുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഗവൺമെൻറ് നിയമിച്ച ശാന്തി നിയമനം ഉത്തരവായിട്ട് ചെന്നിട്ട് ബ്രാഹ്മണൻ മതിയാക്ക് ശാന്തിയായിട്ട് പോടാന്ന് പറഞ്ഞ് അടിച്ചിറക്കി വിട്ടില്ലേ 3 ശാന്തിമാരാ എറണാകുളത്ത്. അപ്പോൾ ഇപ്പോഴും ചാതുർവർണ്ണം നിലനിൽക്കുന്നു മിസ്റ്ററെ. ഈ കാണുമ്പോഴുള്ള ഈ പോളിസികൾ ഉള്ളിൽ ഞങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള മനസ്ഥിതി ഇപ്പോഴും അവർക്കില്ല. വെറും ദുരിതാനുഷ്ഠാലിംഗനം ആയി മാറുന്നു. അത് നോക്കിക്കണ്ട് നിന്നില്ലെങ്കിൽ ഈ ആലിംഗനത്തിൽ തകർന്ന് തരിപ്പണമായി പോകുന്നത് ഞങ്ങളാണ്. നോക്കിക്കണ്ട് നിൽക്കേണ്ടതുണ്ട്. ഇവരെങ്ങനെ വിശ്വസിക്കും? അനുഭവമാണ് പറഞ്ഞത്. എത്ര നാളുകളായി ഞങ്ങൾ കിടന്ന് കരയുന്നു. തിരുവിതാംകൂർ ദേവസ്വത്തിൽ ഞങ്ങൾക്ക് പരിഗണന. ഒരു ഓഫീസർ പോസ്റ്റ് നോക്കിയാൽ പോലും ഇല്ലല്ലോ, തലമാറ്റം പോലും. എന്തുകൊണ്ട് ഇല്ലാതെ പോയി? ഇത് ചിലരെല്ലാം സ്വകാര്യ സ്വത്തായിട്ട് കണക്കാക്കി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. രാജാവിൻ്റെ ഈ താക്കോല് എന്തോ കീഴ്വഴക്കങ്ങൾ, എത്ര കീഴ്വഴക്കം മാറും മാസ്റ്റത്. അങ്ങനെയാണെങ്കിൽ എത്ര കീഴ്വഴക്കം ഇവർ മാറ്റി. ചീരപ്പറഞ്ചാർക്കായി മുഖമ്മേലുള്ള എൻ്റെ അടുത്തുള്ള ചീരപ്പറഞ്ചാർക്കാർക്കായിരുന്നു അമ്പലത്തിലെ വഴിപാട്, വെടിവെപ്പ് വഴിപാട്. അത് കൊടുക്കാൻ കാരണം അയ്യപ്പ ഭഗവാൻ കളരിപ്പയറ്റ് വന്ന് പഠിച്ചത് ചീരപ്പഞ്ചറ എന്നാണ് സങ്കല്പം. ഇന്നും ആ കളരിയും പയറ്റും സ്ഥലങ്ങളും അവിടെ ഉണ്ട് താനും. അതിനു വേണ്ടി പ്രത്യേകമായ ഒരു അവകാശം കൊടുത്താണ്. ആ അവകാശം തട്ടിക്കളഞ്ഞല്ല, ആരും ചോദിക്കാനില്ല. മലയാരന്മാരെല്ലാം അവിടെ മകരജ്യോതി കാണിച്ചിട്ടുണ്ടെന്നത് അതെവിടെ പോയി?
അപ്പൊ അവർക്ക് സൗകര്യമുള്ള പലതും ഉറപ്പിച്ച് കൂടുതൽ എടുക്കുകയും മറ്റുള്ളവരുടെ പലതും തട്ടിക്കളയുകയും ചെയ്ത ഒരവസ്ഥ എങ്ങനെ ചോദിക്കാനൊക്കും? അവിടെയെല്ലാം ഒരു സവർണ ആധിപത്യം എന്ന് തന്നെ വ്യക്തമായി ഞാൻ പറയുന്നു. ക്ഷേത്രങ്ങളിൽ എല്ലാം നടക്കുന്നു. ശബരിമലയിൽ ശാന്തിയാകണമെങ്കിൽ മലയാള ബ്രാഹ്മണരായിരിക്കണം എന്ന് നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ആണ് ശാന്തി ദീപത്തിന് അപേക്ഷ ക്ഷണിക്കുന്നത്. ഇതൊക്കെ എന്ത് ന്യായമിഷ്ടം? വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ക്ഷേത്രങ്ങളിൽ സവർണ മേധാവിത്വം നിലനിൽക്കുകയാണ്. ദേവസ്വം ബോർഡുകളിൽ 90% സവർണ ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും ഉള്ളതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, സവർണ ലോബികളാണ് ശബരിമല സമരത്തിന് ആസൂത്രണം ചെയ്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു.